ഹായ് ബ്രോസ്, എല്ലാവർക്കും സുഖമല്ലേ? HDFC നമ്മുടെ നാട്ടിലെ ഏറ്റവും മികച്ച ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. നിരവധി പേരാണ് HDFCയുടെ മിഡ് ക്യാപ്പിലും അതുപോലെ തന്നെ ഫ്ലെക്സി ക്യാപ്പിലും അതുപോലെ തന്നെ അവരുടെ ലാർജ് മിഡ് ക്യാപ്പ് ഫണ്ടുകളിലും ധാരാളം ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. HDFC ഇപ്പോൾ പുതിയൊരു ന്യൂ ഫണ്ട് ഓഫറായിട്ട് വന്നിരിക്കുകയാണ്. അവരുടെ ന്യൂ ഫണ്ട് ഓഫറിൻ്റെ പേരാണ് HDFC ഡൈവേഴ്സിഫൈ ഇക്വിറ്റി FOF ആക്റ്റീവ് ഫണ്ട് എന്നുള്ളത്. FOF എന്നാൽ ഫണ്ട്സ് ഓഫ് ഫണ്ട് എന്നാണ്. അതായത് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത് പല മ്യൂച്വൽ ഫണ്ടുകളെ കമ്പൈൻ ചെയ്തിട്ടാണ്. അതിനായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത് HDFCയുടെ ഫ്ലെക്സി ക്യാപ്പ്, HDFCയുടെ മിഡ് ക്യാപ്പ്, HDFC ലാർജ് ക്യാപ്പ്, HDFCയുടെ മൾട്ടി ക്യാപ്പ്, അതുപോലെ തന്നെ HDFCയുടെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ടുകളൊക്കെയാണ്. നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചിന്തിക്കാറില്ലേ, സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, സ്മോൾ ക്യാപ്പ് കുറച്ച് റിസ്ക് അല്ലേ, അതോ ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ആ സമയത്ത് റിട്ടേൺ കുറവല്ലേ, മിഡ് ക്യാപ്പിൽ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് കൂടുതൽ വോളറ്റൈൽ ആയിരിക്കുമോ, ഫ്ലെക്സി ക്യാപ്പ് ആകുമ്പോൾ ഫണ്ട് മാനേജറാണ് കൂടുതലായിട്ട് ഡിസിഷൻ എടുക്കുക. ഈ ടെൻഷനൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഈ ഒരു ഫണ്ട് ഓഫ് ഫണ്ട് നിങ്ങൾക്ക് 10 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. ഈ ഒരു ഫണ്ട് ഓഫ് ഫണ്ടിൻ്റെ NFOP നടക്കുകയാണ്. ഈ സെപ്റ്റംബർ 10 മുതൽ സെപ്റ്റംബർ 24 വരെയാണ് ഈ ഒരു ഫണ്ട് ഓഫ് ഫണ്ട് ഉള്ളത്. 1000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലംസായിട്ട് ഇതിൽ 100 യൂണിറ്റ് ഇന്ന് മേടിച്ച് വയ്ക്കാൻ സാധിക്കും. ഈ ഒരു കാറ്റഗറിയുള്ള പാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ 15% മുകളിലാണ് ഓരോ വർഷവും നൽകിയിട്ടുള്ളത്. മികച്ച ഒരു NFO തന്നെയാണ് HDFC ഇവിടെ അവതരിപ്പിക്കുന്നത്. ഫണ്ട് ഓഫ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവായിരിക്കും. നല്ല രീതിയിൽ പ്രോമിസിംഗ് ആയിട്ടുള്ള ധാരാളം മ്യൂച്വൽ ഫണ്ടുകളാണ് ഇതിനായിട്ട് ഇവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് NFO എന്ന് കമൻറ്റ് ചെയ്യാം. പേഴ്സണലായിട്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇതിൻ്റെ 1 പേജറും അതുപോലെ തന്നെ പ്രസൻറ്റേഷനും നിങ്ങൾക്ക് അയച്ചു തരാം. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് ആണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ സ്കീം റിലേറ്റഡ് ഡോക്യുമെൻറ്റ് അതുപോലെ തന്നെ കീ ഇൻഫർമേഷൻ ഡോക്യുമെൻറ്റും വായിച്ച് നോക്കുക. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിൽ ഏതെങ്കിലും നല്ല അഡ്വൈസറുടെ ഹെൽപ്പ് എടുക്കുക. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഹാപ്പി ഇൻവെസ്റ്റിംഗ് ബ്രോസ്. ഓക്കെ, താങ്ക്സ്.